ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മൾ നാളെയും കാണണ്ടേ? നമ്മൾ നാളെയും കാണണ്ടേ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം 8ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടി തട്ടിയിട്ട് മുട്ടയും കൂട്ടി തട്ടിയിട്ട് നാണമില്ലേ ഇങ്ങനെ പറയാൻ? നാണമില്ലേ ഇങ്ങനെ പറയാൻ? നാണമില്ലേ ഇങ്ങനെ പറയാൻ? നാണമില്ലേ ഇങ്ങനെ പറയാൻ? നമ്മൾ നാളെയും കാണണ്ടേ? നമ്മൾ നാളെയും കാണണ്ടേ? ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറയരുത്. ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. ഹലോ, നമസ്കാരം. നമസ്കാരം. റിയാസാണ് പാലക്കാട്ടിന്ന്. പാലക്കാടുന്ന്. പറയൂ. വിശ്വാസിയാ? വിശ്വാസം. ശരി. എന്തുപറ്റി? എന്തൊക്കെ വിശേഷം? സുഖം. എന്തു പറയുന്നു? സുഖമാണ്, അൽഹംദുലില്ലാ. പറയൂ. ആ എന്താണ്? പിന്നെ ആ. അല്ല, ഞങ്ങളൊരു സംഭാഷണം കേട്ടിരുന്നു നമ്മളെ അഹമ്മദ് മാഷിനായിട്ട്. ആ. അപ്പൊ നല്ല ഇത് തൃപ്തിയായി. ഉം. എല്ലാവർക്കും കേൾക്കുമ്പോൾ കുഴപ്പമില്ല. അതേവർക്ക് അഹമ്മദ് സാറിന് എന്താ വ്യത്യാസമുള്ള വെച്ചാല് ആ. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും, പിന്നെ നിഷ്പക്ഷമായിട്ടും. ഉം. അതുകൊണ്ട് ആർക്കൊരു കുഴപ്പമില്ല, ഒന്നുമില്ല. ഉം. പക്ഷെ സാർ അങ്ങനല്ല. ഉം. എന്താ ചിലർ കൂട്ടർ മാത്രമായിട്ടൊരു ദേഷ്യമുള്ളവർക്ക് ഉം. സംസാരിക്കുന്നുണ്ട്. ഉം. അപ്പൊ എന്താ അങ്ങനെ വേണം, മറ്റേ അഹമ്മദ് സാറിനെ കണ്ട് പഠിച്ചൂടെ? ഞാൻ പഠിച്ചോളാം. ഏ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ പിന്നെ ഓരോ സമൂഹത്തിന് നടക്കുന്നത് ആ. അത് എല്ലാവരിലും ഉണ്ട്, തെറ്റും ഉം. ശരിയൊക്കെ. ഉണ്ടോ? എല്ലാ സമുദായത്തിലും നല്ലതും ചീത്തും നടക്കുന്നുണ്ട്. ഒരു ഉം. പിന്നെ അക്രമമാണ് ചെയ്യല് എല്ലാ സമുദായത്തിലുണ്ട്. പക്ഷെ സാറ് ഒരു സമുദായക്കാരൻ മാത്രം ഇങ്ങനെ ആക്ഷേപിക്ക്, ഉം. അതൊരു വേദനാജനകമല്ലേ? അത് കുറച്ച് ഓവർ ജനറലൈസേഷൻ ആണ്. ഏ? നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് കൃത്യമായ കാരണമുണ്ട്. അത് അല്ല, താങ്കൾക്ക് കാരണം ഉണ്ടായിക്കോട്ടെ മനസ്സിലാവാത്തതിന്റെ സാറേ. കുഴപ്പമാണ്. അ- കാരണം ഉണ്ടായിക്കോട്ടെ അല്ല, എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പറഞ്ഞത് വിമർശിക്കണമെന്നും വിമർശിച്ചോട്ടെ എന്ന് പറയണം. ഏ കാരണം ഉണ്ടായിക്കോട്ടെ എന്ന് പറയാൻ കഴിയുമെങ്കിൽ വിമർശിച്ചോട്ടെ ആ, എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം. അതെന്താ പറ്റാത്ത? എങ്ങനെ? നിങ്ങൾ പറഞ്ഞല്ലോ ഒരു മതത്തിനെ മാത്രം വിമർശിക്കുന്നു. അതന്നെ. അതിന് കൃത്യമായ കാരണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അല്ല, നിങ്ങൾ ആ പറഞ്ഞത് കാരണം ഉണ്ടായിക്കോട്ടെ എന്നാണ്. അല്ല, ഞാൻ പറഞ്ഞത് വെച്ചാല് ഇപ്പൊ അപ്പൊ ഞങ്ങളൊരു കാരണം വീഡിയോ കണ്ടു. ഉണ്ടായിക്കോട്ടെ എന്ന് പറയുമ്പോ ആ വിമർശനം ഉണ്ടായിക്കോട്ടെ എന്ന് നിങ്ങൾ സമ്മതിക്കാൻ തയ്യാറാവണം. അത് പറ്റുമോ? കാരണം ഉണ്ടെങ്കിൽ വിമർശിക്കാം, കുഴപ്പമില്ല. കാരണം ഉള്ളതുകൊണ്ടാണല്ലോ വിമർശിക്കുന്നത്. ഇപ്പൊ ഈ ഹജ്ജിന്റെ ഇതില് 1000 പേരെ കൊന്നു ഉം, അള്ളാഹു എന്നുള്ള ആ ഇത് ഞാൻ കണ്ടു. ഉം, ഉം, അതേ മാസത്തിൽ തന്നെ നമ്മൾ യു.പിയിലെ ആളദൈവത്തിന്റെ തിരക്കിലും പെട്ടിട്ട് ഉം, 120 ആൾക്കാരും മരിച്ചു. പക്ഷെ ഉം. അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതിനെ കുറിച്ച് എന്താ ഞാൻ പറയാത്തത്? എനിക്കറിയില്ല, അതിന് ഞാൻ ചോദിക്കണം ഇങ്ങോട്ട് സാറിനോട്. അതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്ത് കണ്ടില്ല. ഇപ്പൊ ഇല്ല, പറഞ്ഞതാ. അത് ശരി. അപ്പൊ കാണാത്തത് ഇപ്പൊ ഞാൻ എന്റെ കുഴപ്പമാണോ? ശരി, ഓക്കെ. അതേമാതിരിക്ക് തന്നെ പിന്നെ ഇനി അതുപോട്ടെ, ഇവിടെ ഒരു മാഷന. ഇനിയിപ്പൊ ചെയ്തില്ല എന്ന് തന്നെ കൂട്ടാം. ഈ ആ ഹത്രാസിലെ ആൾ ദൈവവും ആ മക്കയിലെ ഇസ്ലാമിന്റെ അള്ളാഹു എന്ന് പറയുന്ന ദൈവവും കമ്പറബിൾ ആണോ? അല്ല 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 ആണോ? അല്ല. ഉറപ്പല്ലേ? ഉറപ്പാണ്. അപ്പൊ പിന്നെ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോ അവിടെ അള്ളാഹു അല്ലേ വീണ്ടും തോപ്പിക്കണം നിങ്ങൾ തന്നെ? എവിടെ? നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോ ഏ അള്ളാഹു 1000 പേരെ കൊന്നു എന്ന് ഞാൻ പറയുന്നതും ആ ഹത്രാസിൽ 150 പേര് മരിച്ചു എന്ന് പറയുന്നതും തമ്മിൽ കമ്പയർ ചെയ്യല്ലേ നിങ്ങൾ ചെയ്തത്? അല്ല 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 ആ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അത് വ്യത്യാസം. ഇത് പിന്നെ ഒരു ആൾദൈവം, ആ അതിൽ തെറ്റിലും തരലും പെട്ട് ഭയങ്കര ജനങ്ങള്. അതെ. ആ മക്ക അങ്ങനെയാണോ? മക്കത്ത് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ അള്ളാഹു 100,000 പേരെ കൊന്നു എന്നുള്ളതിന് കുറച്ച് പൊലിപ്പിച്ച് പറയേണ്ടി വരുന്നത്. അള്ളാഹു അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ അതിനെ പൊലിപ്പിച്ച് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിഷമം തോന്നി, എന്നിട്ട് ഇപ്പൊ അവസാനം ഞാൻ പറഞ്ഞതന്നെയല്ലേ ഇപ്പൊ നിങ്ങളും പറയണത്. വിഷമം തോന്നി നിങ്ങൾ അള്ളാഹു നേരിട്ട് ഒന്നും കൊള്ളമാരൊക്കെ പറയണേ. അള്ളാഹു അല്ലേ കൊന്നത്? അല്ലല്ല. പിന്നെ ആരാ കൊന്നത്? ആരെ കൊന്നെന്ന് വെച്ചാല് അവിടെ ഡിഗ്രി ചൂട് കൂടിയിട്ടല്ലേ മരിച്ച ആൾക്കാർ. ആരാ ചൂട് കൂട്ടിയത്? കൂട്ടുകാരങ്ങൾ പറയും. ആരാണ്? ഏ ഞാനല്ല. അള്ളാഹു ആ ആണോ? അത് പ്രകൃതിയുടെ ഒരു ഇതല്ല, അതൊരാൾക്ക് കൂട്ടിയതായിരുന്നല്ലോ. പ്രകൃതി ആരാ നിയന്ത്രിക്കുന്നത്? ഏ പ്രകൃതി നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹു. അപ്പൊ അള്ളാഹു അല്ലേ കൊന്നത്? അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ പിന്നെ വേറെ ചില ആൾക്കാർ അല്ലേ? അപ്പൊ നിങ്ങളിപ്പ അള്ളാഹു കൊന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവസാനം നിങ്ങൾ അള്ളാഹു കൊന്നു തന്നെയല്ലേ പറഞ്ഞു? അല്ലല്ല, നിങ്ങളെ പറച്ചില് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം പറയൂ. നിങ്ങൾ അതെ. വളഞ്ഞ് മൂക്ക് പിടിക്കുന്നു, ഞാൻ നേരെ മൂക്ക് പിടിക്കുന്നു. എനിക്ക് സമയമില്ല. അല്ലല്ല ടപ്പ എന്ന് കാര്യങ്ങൾ തീരുമാനാക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ലൈൻ.
ആ, നമ്മൾ വെറുതെ ഈ സമയം കളയുന്ന ഈ ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് നമുക്കില്ല. ആ, ഓക്കെ, നിങ്ങൾ ആ, എന്താ പറഞ്ഞത്? ആ, ഞാൻ പറഞ്ഞു അള്ളാഹു കൊന്നു. നിങ്ങൾ പറഞ്ഞു അള്ളാഹു കൊന്നില്ല, പക്ഷെ അള്ളാഹു അന്തരീക്ഷ ടെമ്പറേച്ചർ കൂട്ടി, ക്ലൈമറ്റ് കൂട്ടി, അങ്ങനെ മനുഷ്യൻ മരിച്ചു. ഇതല്ലേ നിങ്ങൾ പറഞ്ഞേ? അത് ഇത് രണ്ടും എന്താ വ്യത്യാസമുണ്ട് സാറേ. വ്യത്യാസം? ഇതിപ്പോ എന്താ വ്യത്യാസം? പ്രകൃതിക്ഷോഭം അല്ല, പ്രകൃതിക്ഷോഭം ഉണ്ടാവണം, അപ്പൊ ആൾക്കാർ മരിക്കില്ലേ? പ്രകൃതിക്ഷോഭം ആരാ ഉണ്ടാക്കണത്? ഏ, അത് ഈ ദുഞ്ഞാപ്പിൾ ശാശ്വതമല്ല, അത് അള്ളാഹു അതെ, ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ, അതാരാ ഉണ്ടാക്കണത്? ആ, പ്രകൃതിക്ഷോഭം ആരാ സുനാമി ആരാണ് ഉണ്ടാക്കുന്നത്? ആ. സുനാമി ആരുണ്ടാക്കണ? മനുഷ്യന്മാരല്ല. ആ, ഏ, അള്ളാഹു ആ, ആണോ? ആ. അള്ളാഹു ആണോ വെച്ചാ എനിക്കറിയില്ല. അള്ളാഹു ആണോ അല്ലയോ? അള്ളാഹു ആണോന്ന് അറിയില്ലാന്നോ? നിങ്ങൾ മുസ്ലിം ഉം, അല്ലേ? അതെ. അപ്പൊ പിന്നെ അറിയണ്ടേ? ആ, ഭൂകമ്പം ആരാ ഉണ്ടാക്കുന്നത്? ആ, സുനാമിയുടെ കാര്യം നമ്മൾ ഖുറാനിലില്ലാത്തോണ്ട് നിങ്ങൾക്ക് അറിയില്ല എന്ന് ഞാൻ വേണേ സമ്മതിച്ചുതരാം. ആ, പക്ഷെ ആ. ഭൂകമ്പം ഉണ്ടാക്കുന്നത് നോം ആണ് എന്നല്ലേ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത്? എങ്ങനെ? ഇതാ സിൽസിലത്തിൽ അർളു സിൽസാലഹ എന്നൊക്കെ പറയുന്നത് ആ, കേട്ടിട്ടില്ലേ? ആ, കേട്ടു. അത് ആരാ ഉണ്ടാക്കണെന്നാ പറയണത്? ആ, 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 ആ. റബ്ബ് പടച്ചോനല്ലേ? തന്നെ. ആ, ആ, അതായത് ഭൂമി കുലുക്കം ഉണ്ടാക്കണ പടച്ചോൻ, ഉം, പേമാരി ഉണ്ടാക്കുന്നത് പടച്ചോൻ, ഉം, അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാക്കുന്നത് പടച്ചോൻ, ഉം, സുനാമി ഉണ്ടാക്കണ ആരാന്നറിയില്ല. ഉം, ഉം. ഇതെന്താ അതല്ലേ, അതെന്താ ശരിയാവുന്നത്? ഇതെന്താ വിഷയമാണോ സാറേ? ആ, പക്ഷേ ഹജ്ജിന്റെ ഇതിൽ തന്നെ മരിക്കണത് അതെന്താ എടുത്തു പറയാൻ കാരണം എന്ന്? സി ഈ മറ്റൊരു സാധാരണ ഹജ്ജ്, മരിക്കുന്ന ആൾക്കാര് അതിൽ അതാ സുനാമിയിലത്തെ പറയണേ. ആൾക്കാർ മരിച്ചു, അള്ളാഹു കൊന്ന അതുകൂടിയും അതെ, പറയണ്ടേ? അതെന്താന്ന് ഞാൻ പറഞ്ഞു. അത് ആ വീഡിയോയിൽ ആ, ഞാൻ പറയുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ വേണേ പറഞ്ഞുതരാം. ആ, ഓക്കെ, ആ, ഇസ്ലാമില് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ പള്ളികൾ എന്ന് പറയുന്നത്. ആ, 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 ആ. ഓക്കെ, മൊത്തം പള്ളികൾ നിങ്ങൾ എടുക്കുക. ഇതിൽ ഏത് പള്ളികളാ ലോകത്തുള്ള ഒരു ലക്ഷക്കണക്കിന് പള്ളികളുള്ളതിൽ ഏത് പള്ളിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പള്ളി? മക്ക, മദീന, അൽ അൽ അക്സ. അതെ, അപ്പോ അതിൽപ്പെട്ട പള്ളിയിലല്ലേ ഈ പ്രശ്നം ഉണ്ടായത്? ഉം, അപ്പോ ഇനി മക്കയിലെ ഉം, പള്ളിയിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നു, നമ്മുടെ ഉം, ഇവിടുത്തെ സ്രാമ്പിയിൽ ഒരു പ്രശ്നം ഉണ്ടാവണം. ഉം. അള്ളാഹു ഏത് പള്ളിയിലെ പ്രശ്നമാണ് ആദ്യം പരിഹരിക്കേണ്ടത്? അതിന് അള്ളാഹു ഇവിടെ എല്ലാവരും ഒരേ മരക്ക് കാണണേ. അതാ പറഞ്ഞേ, ഈ ആ, ശ്രേഷ്ഠമായ പള്ളി എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഏത് പള്ളിയിലായിരിക്കും? ആ, അങ്ങനല്ല, പള്ളി ഉണ്ട്, പക്ഷെ ജനങ്ങളെ എല്ലാവരും ഒരേ മരക്ക് കാണണം. അതായത് അള്ളാഹ്ക്ക് എന്നാ പിന്നെ വഴിപ്പെട്ടവനിക്കും എന്നാ വഴിപാടത്തവനിക്കും പിന്നെ എന്നാ പിന്നെ ആളുകൾ എന്തിനാ ആ പള്ളി പോണേ? ഇവിടെ സ്രാമ്പിയിൽ ഇരുന്നിട്ട് ഹജ്ജ് ചെയ്താ പോരെ? മതി. ആ, അതിന് പാവപ്പെട്ട രാജ്യപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ടേ. സ്രാമ്പിയിൽ ഇരുന്ന് ഹജ്ജ് പാവപ്പെട്ട ചെയ്താൽ മതിയോ? അല്ല, അവിടെ അല്ല, പാവപ്പെട്ടവന്റെ ഹജ്ജ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരാൾക്ക് ഹജ്ജിന് പോകാൻ കഴിവില്ല എന്ന് കൂട്ടിക്കോ. ആ, പാവപ്പെട്ടവന്റെ ഹജ്ജ് ഇവിടെ ഒന്നും പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, ശരി, ഒരാൾ ആ, പോവാൻ വേണ്ടി തീരുമാനിച്ചല്ലോ. ആ, നമ്മൾ സബ്സിഡി ഒക്കെ വാങ്ങിച്ചിട്ടാണെങ്കിലും തെണ്ടിയും ഒക്കെ ആണല്ലോ ഇപ്പൊ ഹജ്ജിന് പോണത്. ഉം, 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 ഓക്കെ, അങ്ങനെ പോയിട്ട് അവിടെ പോയി ഇതുപോലെ കഷ്ടപ്പെട്ട് ഈ ചൂടത്ത് പടച്ചോൻ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോ അതിൽ മരിച്ചു വീഴേണ്ട എന്താ ആവശ്യമുള്ളതെന്നാ നമ്മൾ ചോദിക്കണേ? ഉം, ഉം. ഇവിടെ വീട്ടിൽ കുത്തിയിരുന്നാ പോരെ? നല്ല മഴ ആസ്വദിച്ച് കട്ടൻ ചായയും കുടിച്ച് പരിപ്പോടെ നിന്ന് ഇരുന്നാ പോരെ? വേണേ ഉന്നക്കായം കഴിക്കാം. അതെന്താ പോയെന്ന് വെച്ചാല് ആ, ആൾക്കാർ അങ്ങനെയെങ്കിലും അള്ളാഹിന്റെ ദൃഷ്ടാന്തം അറിയട്ടെ, എന്തിന്റെ ദൃഷ്ടാന്തം? അള്ളാഹിലേക്ക് അടുക്കാനുള്ളത് അപ്പൊ വഴി. അടുത്തല്ലോ. ആ, അതന്നെയല്ലേ ഞാനും പറഞ്ഞത്, ഉം, അള്ളാഹുവിലേക്ക് അടുത്തു. ആ. ഇതിപ്പോ നിങ്ങൾ പിന്നെ എന്നോട് ചോദിക്കും, എന്നിട്ട് നിങ്ങൾ ആ, തന്നെ ഉത്തരം പറയാം. അതല്ലേ ഇപ്പൊ ഇവിടെ ഉണ്ടായത്? ഏ, അതല്ല, ഉം. നിങ്ങളെന്താ വെച്ചാല് ഇങ്ങനെ അല്ല, മറ്റേല് എന്ത് ചെയ്യുന്നു? പറഞ്ഞപ്പോ ശരി, ഓക്കെ. അപ്പൊ ഞാൻ ആ, ഇനി ഒന്നും പറയാല്ലേ ഇതില് അതെ, സാമ്യത തെക്കിലും തിരക്കിലും അതൊക്കെ പെട്ടിട്ട്. തന്നെയാണ് ഇതിലൊന്നും വലിയ കഥയൊന്നുമില്ല. ഒന്നാമത് ഈ ആ, പെരുന്നാളിന്റെ കഥയും ഈ ആ. മറ്റേ ഇബ്രാഹിം അറക്കാൻ കൊണ്ടുപോണതും ഇതൊക്കെ മനുഷ്യന്മാര് പുരോഗമിച്ച് മുന്നോട്ട് പോകുമ്പോ ഇതുപോലുള്ള ബലിക്കഥകളൊക്കെ ഇന്നും ഇതുപോലെ വലിയ അല്ല സംഭവമായിട്ട് സാറേ, കൊണ്ടുനടക്കാന്ന് പറയുന്നത് വളരെ മോശമാണ്. ഇബ്രാഹിം നബി അറക്കാന് പറഞ്ഞില്ലേ? ഉം. അതെന്താ നിങ്ങൾ എന്താ മനസ്സിലാക്കി? സാറെന്താ മനസ്സിലാക്കി? എന്തായാലും ഒരു അല്ല, പറയും. പടച്ചോൻ വന്നിട്ട് സ്വന്തം കുട്ടീനെ അറക്കാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കൂല. കേൾക്കൂല. എന്നിട്ട് പോയി പണി വെക്കാൻ അർത്ഥത്തെ പറയും. അല്ലേ സാറേ, പോയി പണി വെക്കാൻ പറയും. ശരി, അല്ല, ഇത് പറയണേക്കേ, ഉം. ആ വാളുകൊണ്ട് അർത്ഥപ്പ് മുറിഞ്ഞോ? സി, അറക്കാൻ വേണ്ടി നിങ്ങള് ഇപ്പൊ ഒരു കളവ് നടത്താൻ വേണ്ടി മനസ്സിൽ വിചാരിച്ചാൽ തന്നെ നിങ്ങൾ കള്ളനാണ്. അല്ല, 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 ഇത് പറയണേക്കേ, ആണെന്നേ. ഒരു മിനിറ്റ്. അല്ലേ, ഇന്റൻഷൻ, അതിന് മോട്ടീഫും ഇന്റൻഷനും ആണ് പ്രധാനം. ഇബ്രാഹിം ആക്ട് നബിയുടെ സെക്കൻഡറി അല്ലേ? ആണ്. ഓക്കെ, ഇബ്രാഹിം നബിയോട് പറയതേ. അതാ പറഞ്ഞേ. ഇബ്രാഹിം നബിയോട് ഇബ്രാഹിം ഇനി കൽപ്പിക്കരുത്. പോട്ടെ, ഇബ്രാഹിം നബി എന്തിനാ അത് ചെയ്യാൻ തയ്യാറായത്? ആ, ആ, ഞാൻ ഹൂറികൾക്ക് പറഞ്ഞുതരാം. വേണ്ടിയല്ലേ? അല്ല, 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 പറഞ്ഞുതരാം. പിന്നെ ഒരു മിനിറ്റ് ഹൂറികളെ പറഞ്ഞുതരാം. കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇബ്രാഹിം നബിക്ക് അള്ളാഹിനോടാണ് സ്നേഹം, നിങ്ങള് കുട്ടിയോടെ സ്നേഹം. നിങ്ങൾ അല്ലേ എന്തൊക്കെ സാറേ, പറഞ്ഞാലും അത് ഒരു അവസാനം മിനിറ്റ്. മാറ്റി കുറുക്കി നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയാതെ ഹൂറിയിലേക്കാണ്. അല്ലാന്ന് ഞാൻ അപ്പൊ പറയണു. തന്റെ ഹൂറികളെ അല്ലാന്ന് ഞാൻ പറയണു. നഷ്ടപ്പെടുത്താതിരിക്കാൻ അല്ലെന്നേ. അല്ലാന്ന് അതായത് ഞാൻ പറയണു. അല്ലെന്നേ, നിങ്ങൾക്ക് പറഞ്ഞ് സ്ഥാപിക്കാൻ കഴിയില്ല. കാരണം എന്താന്ന് കഴിയും, പറഞ്ഞുതരാം. കഴിയും, ഞാൻ പറഞ്ഞുതരാം കഴിയും. എന്താ ഉണ്ടാന്ന്. അല്ല സാറേ, എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാന്നേ.
അത് കേൾക്കൂ ഫുള്ളാകട്ടെ. ആ കേൾക്കൂ. ശരി ആ ശരി. ഇനി അഥവാ ഇബ്രാഹിം നബി അത് കേട്ടില്ല എന്ന് വിചാരിക്കാം. ആ അപ്പോ അള്ളാഹുവിന്റെ ഉത്തരവ് ലംഘിച്ചു, ധിക്കരിച്ചു ആ ഇബ്രാഹിം ആ എന്നും പറഞ്ഞ് ഇബ്രാഹിമിനെ ശിക്ഷിക്കില്ലേ? ഇബ്രാഹിം അള്ളാഹു ആരും ശിക്കൂല. ഏ ആ ശിക്ഷിക്കൂലേ? ഒരാളും ശിക്കൂല. അള്ളാഹു ഉത്തരവ് ധിക്കരിച്ചാ ശിക്ഷിക്കില്ല. നിസ്കരിക്കാൻ പറഞ്ഞു, നിസ്കരിച്ചില്ല, ശിക്ഷിക്കില്ല. ഇല്ല ഇല്ല ഇല്ല. ഇല്ല, പിന്നെ എന്തുട്ടനെ അവിടെ നരകം ഉണ്ടാക്കി വെച്ചിരിക്കണേ? നരകം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ടാക്കിച്ചാലേ മനുഷ്യൻ നന്മ ചെയ്തോ നന്മയിലേക്ക് അത് നന്മയിലേക്ക് അപ്പൊ പോയി. സ്വർഗവും നരകവും ഇല്ലേ? അതൊരു സ്വർഗവും അലങ്കാരികമായിട്ട് പറഞ്ഞാണ്. അത് അലങ്കാരികല്ല. അപ്പൊ നിങ്ങൾ ഈമാൻ കാര്യം ഇസ്ലാം കാര്യവും പറയുന്നതിൽ 6 കാര്യം പറയുന്നുണ്ടല്ലോ. ഓക്കെ പറഞ്ഞത് സ്വർഗവും സാറേ. നരകവും അല്ലേ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം അല്ല. ശരി ഓക്കെ പറഞ്ഞത് ഈ ഇബ്രാഹിം അപ്പൊ നബിയോട് നിങ്ങൾ ചോദിക്കട്ടെ. അല്ല ആലങ്കാരിക പറഞ്ഞുതരാം. എന്നൊക്കെ പറഞ്ഞ കലിമ ഇബ്രാഹിം നബിയോട് കലിമയല്ല, പറഞ്ഞ എന്നിട്ട് ബാക്കി കലിമ അല്ല ചൊല്ലിട്ട് ബാക്കി അല്ല പറയൂ. പറയാൻ കലിമ ചൊല്ലു. ഞാൻ പറഞ്ഞുതരാം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ ചെല്ല്, എന്നിട്ട് ബാക്കി. അല്ല അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞാലോ. കലിമ ചൊല്ല്, എന്നിട്ട് ബാക്കി. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ പറയൂ. അല്ലേ ഞാൻ പറയാം സാറേ. നിങ്ങൾ കലിമ ചെല്ല്, എന്നിട്ട് ബാക്കി നമുക്ക് എനിക്ക് പറയാം. പറയാം മറ്റേന്റെ ഉത്തരം മുഴുവിക്കട്ടെ എന്നിട്ട് പറയാൻ പറഞ്ഞുതരാം. നിങ്ങൾ സ്വർഗവും പറഞ്ഞുതരാം. നരകവും ആലങ്കാരികമാണെന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ മുസ്ലിം അല്ല, നിങ്ങൾ കോയ ശരി. അല്ലാതെയായി മാറി. ഞാൻ അല്ല കോയയുമായിട്ട് മാത്രമേ സംസാരിക്കൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അല്ലേ ആദ്യം കലിമയല്ല, അല്ലേ എന്നിട്ട് വീണ്ടും ഈ ആരിഫ് കോയയാകും. സാറ് എന്നിട്ട് ആരിഫ് സാർ ഞാൻ എന്നിട്ട് മുസ്ലിം അല്ലാതെ ഞാൻ മുസ്ലിം ആകുമോ ഇല്ലല്ലോ. നിങ്ങൾ ഞാൻ പറഞ്ഞ അല്ല മുസ്ലിം അല്ലാതെ ആവില്ല. പക്ഷെ ആ നിങ്ങൾ നരകവും സ്വർഗവും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അമുസ്ലിം ആവും, കാഫിർ ആകും. അതാണ് ഇസ്ലാം ഓക്കെ പഠിപ്പിക്കുന്നത്. അതെ നിങ്ങൾ കാഫിറാക്കിയാലും മുസ്ലിം ആക്കിയാലും ഞാൻ എനിക്ക് കുഴപ്പമില്ല. കാഫിറാക്കണതല്ല, ഞാൻ ശരി ഓക്കെ കാഫിറാക്കണതല്ല. ഞാൻ ആ നിങ്ങൾ ഇബ്രാഹിം നബിയോട് ഒന്ന് മുഴുവിക്കട്ടെ. നിങ്ങൾ ഓക്കെ ഇസ്ലാം കാര്യവും ഈമാൻ അല്ല കാര്യവും നിങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണം. നിങ്ങൾ അതില് ഈ പറയുന്ന സ്വർഗവും നരകവും ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്, ഓക്കെ ആലങ്കാരികമാണെന്നാ പറയുന്നത്. ഓക്കെ നിങ്ങളിപ്പോ ഓക്കെ ഞാൻ പറഞ്ഞുതരാം. കോയയല്ല. ശരി ഞാൻ പറഞ്ഞുതരാം. ഒരു ഉം. മിനിറ്റ് ഞാൻ ആ ഇബ്രാഹിമിനോട് മുഴുവിക്കട്ടെ. ആരെ? ഇബ്രാഹിം നബി ആ അവിടെ അള്ളാഹു കൽപ്പിച്ചു. ഉം. യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചാല് ഇബ്രാഹിം നിങ്ങൾ നബിക്ക് കഥയൊക്കെ വിടൂ, അതൊക്കെ നമ്മൾ അല്ല കേട്ടതാണ്. പറഞ്ഞുതരാം. ഞാൻ ചോദിക്കുന്നത് ഇബ്രാഹിം അല്ല നബി അത് ഇത് ഉത്തരവ് അല്ല ലംഘിച്ചാൽ, ധിക്കരിച്ചാൽ എന്ത് സംഭവിക്കും? അല്ല അത് പറ. ഇത് പറയട്ടെ മുഴുവിക്കട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇത് പറഞ്ഞാൽ എന്നിട്ട് ഞാൻ മതി. പറഞ്ഞുതരാം വളരെ സാറേ. സിമ്പിളാണ്. നിങ്ങൾ അല്ല വളഞ്ഞു ഞാൻ മൂക്ക് പിടിക്കുന്ന പറഞ്ഞതാണ്. ആളാണ്, എനിക്ക് സമയമില്ല. അതാണ് അല്ല നിങ്ങൾ വളഞ്ഞു യഥാർത്ഥത്തിൽ മൂക്ക് പിടിക്കുന്ന ആളാണ്. അല്ല ഞാൻ നിങ്ങൾ ശരിക്കും നേരത്തെ നോക്കിയോ. പ്രൂവ് ചെയ്തതാണ് വളഞ്ഞു മൂക്ക് പിടിക്കുന്നത്. അല്ല നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് മിനിറ്റ് കാര്യം തീരുമാനിക്കാം. ഞാൻ ഒരു ഇത്രയും മിനിറ്റ് മതി ചോദിക്കണുള്ളൂ. ഒറ്റ മിനിറ്റ് മതി ഒറ്റ പറയും. മിനിറ്റ്. ശരി. ഇബ്രാഹിം നബിക്ക് വാർദ്ധക്യകാലത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അത്രയും ടൈം പോയിട്ട് അപ്പൊ അള്ളാഹു ഒരു പരീക്ഷണം നടത്തിയതും അള്ളാഹുവിനോടാണ് കൂടുതൽ സ്നേഹം, കുട്ടിയോടാണ് സ്നേഹം അവിടെ പരീക്ഷിക്കായിരുന്നു. ഉം. ആ പരീക്ഷണത്തില് ഇബ്രാഹിം നബി വിജയിച്ചു. ഉം. തോറ്റാൽ അതാണ് ഉണ്ടായത്. തോറ്റാൽ എന്ത് സംഭവിക്കും? എങ്ങനെ തോറ്റാൽ എന്ത് സംഭവിക്കും? തോറ്റാല് അള്ളാഹു പറഞ്ഞ അംഗീകരിച്ചില്ലേല് ഉം. അതായത് പിന്നെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കൂല. അതിനെ എന്നുവെച്ചാ എന്നുവെച്ചാല് വിഷമവും കാര്യങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ്. ആത്മാവ് നിത്യശാന്തി ലഭിക്കാതെ വിഷമവും ആ കാര്യങ്ങളും എവിടെ ഉണ്ടാവും? ഇവിടെയാണോ പരലോകത്താണോ? പരലോകത്ത് ഇവിടെ ഒന്നും പരലോകത്ത് എവിടെ? ഉണ്ടാവില്ല. പരലോകത്ത് എവിടെ? പരലോകത്ത് കാരണം ആത്മാവ് നല്ലത് ചെയ്തോ അത് നല്ലതിലേക്ക് പോവും, ചീത്ത ചെയ്തോ പിന്നെ ഇതേവരെക്ക് തന്നെ ഇരുട്ടിലും ദുഷിച്ച ആ ബേജാറിലും വെപ്രാളത്തിലും ആ അങ്ങോട്ടാണ് ആത്മാവ് പോവുക. ആ തീയിലേക്ക് പോവും. അത് തീയമാർക്ക് തന്നെയാണ്. അത് എന്നുവെച്ചാൽ ആ നരകത്തിൽ പോവും. ആ നര ഇതല്ലേ നര സുഹൃത്തെ ഞാൻ പറയാം. നിങ്ങൾ ഈ വളഞ്ഞു മൂക്ക് പിടിച്ച് അല്ലേ മനുഷ്യൻ സമയം നരകം കളയുന്നു. അല്ല നിങ്ങൾ ഉദ്ദേശിച്ച് അള്ളാഹു മുൻകൂട്ടി തന്നെ ആയിക്കോട്ടെ, സ്വർഗം ശരി. ഉണ്ടാക്കി എന്നാ വെച്ചു, ഇനി ഞാൻ മുൻകൂട്ടി നരകം എന്ന് ഉണ്ടാക്കി പേരിട്ട് വെച്ചു. പറയുന്നില്ല. മറ്റേ ആ രക്തവും ചലവും നരകവും തീയും നരക പുകയും ഒക്കെയുള്ള ആ ഒരു മുറിയിലേക്ക് പോകും. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ശരിയല്ലേ? ആ മുറിയല്ല അത്. ആ ഇപ്പൊ ഓക്കെ. നമ്മൾ ഒരു ഒരു മരിച്ച ഒരു സാഹിത്യം, ഒരു സാഹിത്യം. ശരി, നിങ്ങൾ ആള് കൊള്ളാട്ടോ. എപ്പോഴാ കലിമയല്ലെന്ന്? കലിമയുടെ അർത്ഥം പറഞ്ഞാലേ എന്തിനപ്പോ ചെല്ലിന് ആ കലിമയുടെ അർത്ഥം പറഞ്ഞോളൂ. നിങ്ങളാള് ഉടായ്പ കോയാണല്ലോ. അല്ല ഒറിജിനൽ പോയാൽ തന്നെ വിചാരിച്ചോളൂ. വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മള് ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0, അത്രേ ആ ഉള്ളൂ. ആ ഇസ്ലാമില് ആ നടുക്കൊരു പൊസിഷൻ ഇല്ല. എന്തായാലും ആ കൊള്ളാട്ടോ, ആ ആ ഇഷ്ടപ്പെട്ടു. ആ അത് ശരി. കുറെ ആ കാലായോ ഇങ്ങനെ പോകുന്നു? അല്ല നിങ്ങൾ പറയും പോലെ ഞാനൊരു യുക്തിവാദിയാണ്, സ്വാതന്ത്ര്യ ചിന്തകനാണ്. ഞാന് തന്നെ ജനനം ഒരു മുസ്ലിം മതത്തിൽ ജനിച്ച് ബുദ്ധി വെച്ചപ്പോ നിങ്ങള് തെരഞ്ഞെടുത്തു ആ ഭാഗം, ഞാൻ തെരഞ്ഞെടുത്ത ഈ ഭാഗം. അതിന് കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, നല്ല കാര്യം. അത്രേ ഇങ്ങനെയൊക്കെ ഉള്ളൂ. എല്ലാ മുസ്ലിങ്ങളും നിങ്ങളെ മാതിരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ പണി എളുപ്പമായിരുന്നു. ഇപ്പൊ അതല്ലല്ലോ അതിന് അവസ്ഥ. ദുർവ്യാഖ്യാനിക്കാണേ അതാണ്. ഈ ദുർവ്യാഖ്യാനമൊന്നും അല്ല, അതൊക്കെ നിങ്ങൾ അതെ വെറുതെ സാറേ. നിങ്ങളുടെ സമാധാനത്തിന് പറയുന്നതാണ്. നിങ്ങൾ CH മുസ്തഫ മൗലവിയുടെ ആളാന്ന് തോന്നുന്നു. അല്ല നമുക്ക് അങ്ങനെ വിഭാഗമില്ല. ഇല്ല. എന്നാ പോട്ടെ. വേണമെങ്കിൽ അതൊന്ന് വായിച്ചോ. ആ അപ്പൊ കുറച്ചും കൂടി അത് ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. അത് വായിക്കേണ്ട ആവശ്യമില്ല.
ആയിക്കോട്ടെ. ഉം. എന്തായാലും നരകവും സ്വർഗവും ഇല്ലെന്നൊക്കെ പറഞ്ഞ് കലിമ അവിടെ വെള്ളത്തിലാക്കി അല്ലേ, സാറിന്. സ്വർഗത്ത് ഞാൻ കേട്ടിട്ടുണ്ടേ, സ്വർഗത്തേക്ക് പോയ ഒരാളെന്താ പറയാറോ, ഉം, ഇതേമാർക്ക് ഹൂർലിങ്ങളെ വേണാലും മദ്യപ്പഴം വേണമെന്നല്ല പറയാ. ഉം. റബ്ബേ എനിക്ക് നിന്നെ കണ്ടാൽ മതി, വേറൊന്നും വേണ്ടെന്ന് പറയാം. പക്ഷെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് അതല്ല. ഏഹ് തുടുത്ത മാർവിടങ്ങളുള്ള അതെന്താ പറയാൻ കാരണം തരുണീമണികൾ അറിയോ? തരുണീമണികൾ അവിടെ ഉണ്ട്. അതെന്താ പറയാൻ കാരണം അറിയോ? സമപ്രായക്കാരായ തരുണീമണികളുണ്ട്. ബാലന്മാർ അവരുടെ ഇടയിലൂടെ ഓടുന്നുണ്ട്. അരുവികൾ ഒഴുകുന്നുണ്ട്. അതിൽ റമ്മും വിസ്കിയും ഒക്കെ ഉണ്ട് എന്നൊക്കെയാണ് അതെന്താ പറയാൻ ഖുറാനിലുള്ളത്. കാരണം അറിയോ സാറേ? എന്താ പറയാൻ കാരണം അറിയോ? പറയും. ചില ആൾക്കാർ ഇവിടെ പെണ്ണ് വെച്ചിട്ട് ജീവിതം കളയുന്നവരുണ്ട്. അപ്പൊ ആ, ഇവിടെ ശ്രമിക്കൂ, ഉം. പെണ്ണാ വാടിച്ചാൽ അത് അവിടെ ഉണ്ട്. നിങ്ങളിപ്പോ അതേമാതിരി മുഹമ്മദ് കള്ളു നബീനെ കുടിച്ച് ആട്ടോ ഈ കള്ളു പറയുന്നത്, കുടിച്ച് ആലോചിക്കണം. ഏ അല്ലേ, നിങ്ങൾ കള്ളു മുഹമ്മദ് കുടിച്ച് നബീനെയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. മുഹമ്മദ് നബിനെ പറഞ്ഞാല് മുഹമ്മദ് അല്ല നബിയോട് പറഞ്ഞ കാര്യമാണ് അള്ളാഹു. എന്റെ പൊന്നു എന്തെന്ന് മുഹമ്മദ്, നീ ഒന്ന് ഇവിടെ അടങ്ങ്, മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് അവിടെ കിട്ടുമെന്ന് മുഹമ്മദ് നബിയോട് പറഞ്ഞ കാര്യമാണെന്നാ ഇപ്പൊ നിങ്ങളിപ്പോ ഈ പറഞ്ഞത്. അല്ല അതൊക്കെ അതേമാതിരി നിങ്ങളെമാർക്ക് എക്സ് മുസ്ലിങ്ങളുണ്ട് പണ്ട്, അവരെ എഴുതിച്ചാണ്. അത് ശരി. അപ്പൊ ഖുറാൻ ആ എക്സ് മുസ്ലിമുകൾ എഴുതിയതാണെന്നാ പറയുന്നത്. ഖുറാൻ അങ്ങനെ വാക്കേയല്ല എന്തില്ല? ഈ നിങ്ങൾ ഈ പറഞ്ഞതന്നെ. ഇഷ്ടംപോലെ വാക്യങ്ങളില്ലേ? നിങ്ങൾ നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങൾ ഇവിടെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കിട്ടും എന്നല്ലേ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. അതുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഇത് ആരോടാ പറഞ്ഞത്? മുഹമ്മദ് നബിയോടല്ലേ? മുഹമ്മദ് നബിയുടെ അല്ല, നമ്മ ജനങ്ങളോടാ പറഞ്ഞത്. മുഹമ്മദ് അതെ, പറയാൻ പറഞ്ഞു. മുഹമ്മദ് നബി അല്ല ആദ്യത്തെ ജനം ഇത് കൊണ്ടുതരുന്ന ആള്. അതെ അതെ, മുഹമ്മദ് അത് നബിക്കും ബാധകല്ലേ അത്? ബാധകമാണ്. മുഹമ്മദ് നബി നമുക്ക് അപ്പൊ ജീവിച്ച് അതിന്റെ അർത്ഥം കാണിച്ചത് എന്താണ്? ബാധക അപ്പൊ കാണിച്ചു മുഹമ്മദ് നബിയും തന്നിട്ടുണ്ട്. ഈ പണിയൊക്കെ കൊണ്ട് നടന്നിരുന്ന ആളാണെന്നും കൂടിയല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? എങ്ങനെ, ഏത് പണി? ഓ വയ്യ, നിങ്ങൾ ഈ വളഞ്ഞു മൂക്ക് പിടിക്കുന്നോണ്ടുള്ള കുഴപ്പമാണ്. നിങ്ങൾ കുറച്ചും കൂടി സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ അല്ല തീരുമാനിക്കണം. നമ്മൾ ഈ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലല്ല, നേരിട്ട് തന്നെ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആവട്ടെ. എപ്പോഴാ കലിമ സെറമണി എപ്പോഴാണ്? അതിന്റെ അർത്ഥം പറഞ്ഞ പോലെ എന്തിനപ്പോ നിങ്ങൾ അതിന്റെ അർത്ഥം പറയൂ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ പറഞ്ഞോ, എനിക്കിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. ആ കൽമ ചെല്ലണ്ട. ആ, ആ ഞാനെന്തിനാ കലിമ അതായത് ചൊല്ലുന്നത്? അതായത് ആ, ഒരാള് ഇസ്ലാം മതത്തിൽ ജനിച്ചിട്ട് മുസ്ലിം ആവൂല, ആ, വേഷം തല കെട്ടിയടിച്ചിട്ട് മുസ്ലിം ആവൂല, ഉം, മുസ്ലിം പേരും വെച്ചിട്ട് മുസ്ലിം ആവൂല. ഓക്കെ. അപ്പൊ ഞാൻ പേര് മാറ്റണോ? മാറ്റം വേണ്ട നിങ്ങൾ അതേ ആ ഓ, പേര് മാറ്റി. ആദ്യമായിട്ടാണ് അല്ലേ ഒരു കോയ. എനിക്ക് നിങ്ങളെ അല്ലേ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാനാണ് തോന്നുന്നത്. അല്ല എന്താ കാരണം അറിയോ? പക്ഷെ ആ, ഇനി വരുന്ന മുസ്ലിം കുട്ടികൾ ആരും മാതാപിതാക്കന്മാർ ആ പേര് ഇടൂല. ആ, ആരിഫ് ഹുസൈൻ ഇടൂല എന്തൊക്കെ പറഞ്ഞു. ഇടൂല. 90% ഇടൂല. അല്ലേ, 90%. അത് ശരിയാണ്. കാരണം ഷക്കീല എന്നുള്ള പേര് അധികം എടുത്ത് കണ്ടില്ല. എന്നമാർക്ക് നിങ്ങളെ പേര് എന്താ ആരും പറഞ്ഞാല് എടുക്കില്ല. അത് കറക്റ്റല്ലേ? അത് വളരെ കറക്റ്റ് ആണ്. ആ അതൊരു നല്ല പിന്നെ കാര്യമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഉം, നിങ്ങളിപ്പോ ഡോക്ടർ പഠിച്ചാണ്, അപ്പൊ പറയാണ് ഉം, മനുഷ്യ ശരീരത്തിൽ മുറിവേൽക്കുമല്ലോ, ഉം, കയ്യും കാലും മുറിയായി. ഉം, ആ വേദനയാണ് നല്ല വേദന. അതെ, മനസ്സിന് ടെൻഷൻ വന്നാൽ വേദന ഉണ്ടല്ലോ, ദുഃഖം ഉം, വന്നാല് ഉം. ആ വേദന ഏതാ വലിയ വേദന? ഒക്കെ ഓരോ തരം വേദനകളല്ലേ? അതെ, എന്നാലും ഏറ്റവും വലുത് രണ്ടും രണ്ടു തരം വേദനകളല്ലേ? ആ ഉം. പെട്ടെന്ന് ആള് തീരുന്നത് ശരീരത്തിന് വേദന വന്നിട്ട് ഷോക്ക് വന്നിട്ട് ആളുകൾക്ക് മരിക്കാം. പെട്ടെന്ന് മരിക്കണ്ട. ആ, കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ കോട്ടയ്ക്കല്ല ഒരു കുട്ടി ഉം. ഗേറ്റിലടെ പെട്ടിട്ട് ഓ, കുട്ടി മരിച്ചു. അടുത്തേ എന്തിന്റെ ഇടയില്? ഒരു ഗേറ്റ്, ഡേറ്റോ? സാധാ ഗേറ്റ്. 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 ഓ, ഓ, ആ ഓ. ഗേറ്റ്, ഓട്ടോമാറ്റിക് ഗേറ്റ് അല്ലേ? ഓട്ടോമാറ്റിക്. അതിലൊരു കുട്ടി പെട്ടിട്ട് ആ, മരണപ്പെട്ടു. ഓ, പക്ഷെ അതിന്റെ വല്യമ്മയും ഭർത്താവ് പെട്ടെന്ന് മരിച്ചു. ആ, ആ സംഭവിക്കാം. രണ്ടും രണ്ട്. സംഭവിക്കും. ഇതിന് പോസ്റ്റ് ട്രോമ എന്ന് പറയും നമ്മൾ എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ഇവന്റ് കണ്ടു കഴിഞ്ഞാൽ ആ അത് നമ്മളെ വലിയ തോതിൽ ബാധിക്കും. അത് ആളുകൾക്ക് നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾ വരെ ആവാം. ആ അപ്പൊ ഓക്കെ. അപ്പൊ ഉം, ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാല് ഉം. പിന്നെ ഈ സാറ് വിശ്വാസികളുടെ ഇടയിൽ ഈ പിന്നെ എല്ലാത്തും നുണ പറഞ്ഞ വേദനിപ്പിക്കണതും, ഓ, ഓ, താലിബാൻ ഓ. അവിടെ പോയിട്ട് മുറിവേൽച്ചിട്ട് എങ്ങനെ ശരീരത്തിന് കേട്ടില്ല. വിശ്വാസികൾക്കേ ആ, ഓരോന്ന് പറഞ്ഞ റസൂലുള്ള അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പിന്നെ ഉം, പറഞ്ഞ് അതൊരു വേദനയാണ് വിശ്വാസികൾക്ക്. ഉം, ഏഹ് ഉം, അപ്പൊ അങ്ങനെ പറഞ്ഞൊരു ബോംബ് പൊട്ടിക്കണം, നാവിക്ക് ബോംബ് പൊട്ടിക്കണം, ഉം, താലിബാൻ അവിടെ പോയിട്ട് ബോംബ് പൊടിച്ചിട്ട് ശരീരത്തിന് മുറിവേറ്റിക്കണം. ഉം. രണ്ടും ഒന്നല്ലേ? നിങ്ങളിപ്പോ സത്യം പറഞ്ഞ വേറെ താലിബാനല്ലേ ആ, യുവാക്കളുടെ വേണമെങ്കിൽ പറയാം. ഞാൻ അല്ലേ? നിഷേധിക്കുന്നില്ല. ഞാനൊരു റിവേഴ്സ് സത്യല്ലേ? താലിബാനാണ്. അതെ, റിവേഴ്സ് താലിബാൻ. ഒരു യുക്തിവാദിയിലെ താലിബാൻ. യെസ്, അതെ. ആ ആ ഓക്കെ. കാരണം ആവശ്യം നമ്മളുടേത് ഇവിടെ ഇസ്ലാമിക രാജ്യം ഇല്ലാതെയാക്കാന്നുള്ളതാണ്. ആ അതിന്റെയാണ്. ആ ഉം. ഇസ്ലാമിക അതുകൊണ്ട് രാജ്യം ആണെന്നില്ല ഇപ്പൊ ഒരാൾക്ക് നേരാകാന്. ഇസ്ലാമിക രാജ്യമായ നേരെ ആവാൻ കഴിയില്ല. അതാണ് പ്രശ്നം. എന്താ കഴിയായി?
എവിടെ ഇസ്ലാമിക രാജ്യം ഉള്ളത്? ഞാൻ ഇസ്ലാമിക രാജ്യം ആണെന്നില്ലാന്ന്. അതാ പറഞ്ഞേ, ഇസ്ലാമിക രാജ്യം ഉണ്ടാവില്ല ഒരിക്കലും. ഉണ്ടായാൽ അത് പൊളിയും, അധികം നാൾ നിൽക്കില്ല. ഇസ്ലാമിക രാജ്യം വേണമെന്നില്ല സാറേ, ഒരാൾക്ക് ഇപ്പൊ നേരാകാന്. അത് അതാ ഉണ്ടായിക്കോട്ടെ, അതന്നെ എന്തൊരു നമ്മൾ വിഷയമല്ല. പറയുന്നത്. ഉണ്ടായാൽ പക്ഷെ അത് പ്രശ്നമാണ്, അതാണ് നമ്മൾ അതെ, പറയുന്നത്. ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാല് അത് ചില സ്ഥലത്ത് പിന്നെ എണ്ണപ്പെട്ട അപൂർവ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എവിടെയാണ്? ഒരു ഉദാഹരണം പറയാവോ? ഉദാഹരണോ? ആ, ഇസ്ലാമിക രാജ്യത്ത് സമാധാനപൂർവ്വമായിട്ട് നിലകൊള്ളുന്ന 100% ഇസ്ലാമുള്ള ഒരു ഇസ്ലാമിക രാജ്യം പറഞ്ഞാട്ടെ. 100 കുറെ ഇപ്പൊ UAE ഒക്കെ സമാധാനത്തിലല്ലേ പോണ്. UAE ഇസ്ലാമിക രാജ്യമാണോ? ഇസ്ലാമിക രാജ്യം തന്നെ ഇപ്പൊ അവിടെ അവിടെ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ 100% അവിടെ നടപ്പിലാക്കുന്നുണ്ടോ? ഇസ്ലാമിന്റെ നിയമങ്ങള് നടപ്പാക്കണില്ല, അപ്പൊ എന്നാലും പിന്നെ അതെങ്ങനെ മുസ്ലിങ്ങൾ ഇസ്ലാമിക ഭരിക്കുന്നു. മുസ്ലിങ്ങൾ ഭരിച്ചു എന്നതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ പണ്ട് നമ്മളുടെ പഴയ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററൊക്കെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അത് ഇസ്ലാമിക രാജ്യമാവോ? ആ, അങ്ങനെയല്ലല്ലോ ഇസ്ലാമിക രാജ്യമാണല്ലോ തീരുമാനിക്കുന്നത്. ആ. ശരിയ നിയമം 100% നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ? അതിന് ഈ അതാണ് ശരിയ നമ്മളെ ചോദ്യം. നിയമം ഉണ്ടല്ലോ, ഉം. അതൊന്നും അവഞ്ഞ റസൂല് മാത്രമല്ല ഇപ്പൊ പിന്നെ ഉണ്ടാക്കുന്നത്. ആരാ പറഞ്ഞേ? അത് ഇതേ ഭരിക്കണ മൊല്ലന്മാര് എക്സ് ഉം. മുസ്ലിങ്ങളുണ്ടല്ലോ, ആ, എക്സ് മുസ്ലിങ്ങളാണ് ഇവരുണ്ടാക്കിയ. ആ ഇതൊക്കെ ഉണ്ടാക്കിയത്. എക്സ് മുസ്ലിങ്ങളാണെന്നാ പറയുന്നത്. ആ. ശരി ഇപ്പൊ ഈ ശരി, ആയിക്കോട്ടെ. ബുഖാരി മുസ്ലിം ബുഹാരി എന്നൊക്കെ മുസ്ലിം ഓരോ ഒക്കെ ഹദീസുകളും എക്സ് മുസ്ലിങ്ങളാണ്. അതിൽ നല്ലോണ്ട് ചീത്തയുണ്ട്, രണ്ടുണ്ട്. എക്സ് മുസ്ലിങ്ങളാണോ ബുഹാരി മുസ്ലിം ഒക്കെ? പിന്നെന്താ, അതിൽ ആ, നല്ലോണ്ട് ചീത്തയുണ്ട്. ആരാ നല്ലത്, ആരാ ചീത്ത? ഓരോ ഹദീസുകള് അല്ല, ഇപ്പൊ നമ്മളെന്തെങ്കിലും ഉദാഹരണം പറഞ്ഞാല് ആ, ബുഖാരി മുസ്ലിം എടുക്കുക, രണ്ടും ഉണ്ടല്ലോ അതില്, നന്മയും തിന്മയുണ്ടല്ലോ. എനിക്ക് മനസ്സിലായില്ല, ഒന്ന് ക്ലിയർ ആക്കാവോ? ക്ലിയർ ആക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തേലും വിഷയത്തില് ആ, പിന്നെ രണ്ടും ഉണ്ട് പറയാം, അതായത് നന്മയും തിന്മയും അതിൽ പറയുന്നുണ്ട് എന്ന് പറയാം. ഒരു ഉദാഹരണം പറഞ്ഞ്. ഉദാഹരണം ഇത് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ മുന്നേ ഒരു ഹദീസിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്ന ഒരു ഹദീസ് ആ ആ ആ സഹിഹായ ഹദീസാണ്. ആ അത് നിങ്ങൾ എടുക്കൂല്ലേ? മതം വിട്ടവനെ കൊല്ലണം. ഉം. അല്ല, ഞാൻ എടുക്കൂല. ഓ, ഞാൻ എടുക്കൂല. എടുക്കൂല. സഹിഹാണെങ്കിൽ എടുക്കൂല. ഇല്ല. ഓ, അത് ശരി, കൊള്ളാലോ. എന്താ വെച്ചാല് നമുക്ക് ഖുറാനോട് യോജിക്കണാണ് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഓ, അപ്പൊ ഖുർആൻ മാത്രമേ നിങ്ങൾ എടുക്കുള്ളൂ, അങ്ങനെയാണോ? അല്ല, സഹിഹ ഹദീസ് എടുക്കും. ഇപ്പൊ ഖുറാനിലെ നിസ്കാരത്തിന്റെ കാര്യങ്ങളൊന്നും ആ, തെറ്റായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ ഖുർആനിലും പറയുന്നുണ്ടല്ലോ മതം എന്ത് കാഫിറുകളായിട്ടുള്ള ആളുകളെ കൊല്ലണം എന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ അത് നിങ്ങൾ എടുക്കും? ആരാണ് കാഫിറേന്? സാർ ആരാ മുസ്ലിങ്ങളല്ലാതെയുള്ള കാഫിർ? ആളുകൾ, മുസ്ലിങ്ങളല്ലാതെയുള്ള ആളുകൾ. അല്ല, അവിടെ തെറ്റ്. എന്നാ പിന്നെ ആരാ കാഫിർ എന്ന് പറഞ്ഞിട്ടെ? ഈ കാഫിർ എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളിൽ പെട്ട ആൾക്കാരാണ് കാഫിർ മുനാഫിക്ക് എന്നൊക്കെ പറഞ്ഞത്. ഓ, അത് ശരി. അപ്പൊ വിശ്വാസത്തിൽ ഹിന്ദുക്കൾ വഞ്ചന കാഫിറാണോ കാട്ടിയത്. അല്ലേ? ഹിന്ദുക്കൾ അല്ല കാഫിറാണോ അല്ലേ? അല്ല ഹിന്ദുക്കൾ കാഫിറല്ല. അല്ല അതെന്താ? ഇവിടെ പറഞ്ഞിക്കണ് എല്ലാ മനുഷ്യന്മാരും ഒരേപോലെയാണ് അള്ളാഹ് കണ്ടിരിക്കണത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞ ഖുറാനിൽ ഒരു ആയത്തുണ്ട്. എങ്ങനെ അറിയോ? ആ, നിങ്ങള് ക്രിസ്ത്യാനികളോ യഹൂദികളോ ആരായിക്കോട്ടെ, ദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച് നന്മ ചെയ്താല് അവർക്ക് വിജയം ഉണ്ട്. അപ്പൊ എല്ലാ ദിനങ്ങളെയും ഒരേ മാതിരി ഏത് ദൈവത്തിൽ വിശ്വസിച്ചാല് ആറ് ദൈവമുള്ളൂ. അല്ല, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം, ജക്കാത്ത് കൊടുക്കണം, ഇതൊക്കെ തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹിന്ദുക്കള് അള്ളാഹുലല്ലോ വിശ്വസിക്കുന്നത്, ഹിന്ദുക്കൾ മുഹമ്മദ് നബിയിൽ അല്ലല്ലോ വിശ്വസിക്കുന്നത്, ഹിന്ദുക്കൾ ജക്കാത്ത് കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ അവരെങ്ങനെ മുസ്ലിം ആവുക? അതിന് മുസ്ലിം എപ്പോഴാകുക അത് സാറിന് അറിയോ? അമ്മ ഷഹാദിന്റെ അവിടെ ഒരാൾ മുസ്ലിം എപ്പോഴാകുക? എപ്പോഴാവുക പറയൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലേ? എന്താണ് അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ വേറെ ആളില്ല. വേറെ ആളില്ലാന്നോ? അതിന് വേറെ ദൈവമല്ല. വേറെ ദൈവമല്ല. ശിവനില്ല, കൃഷ്ണനില്ല, ബ്രഹ്മാവില്ല, ആരുമില്ല. അവരെ ഹിന്ദുക്കളും വിശ്വാസം ഒരു ദൈവമുള്ളൂ അങ്ങനെ കുറച്ച് ആൾക്കാരിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പൊ അവര് മാത്രം മുസ്ലിങ്ങളാണ്. ഈ ശിവനും കൃഷ്ണനിലൊക്കെ വിശ്വസിക്കുന്നവർ കാഫിറാണ്. അപ്പൊ ഞാൻ കാഫിർ എന്ന് പറഞ്ഞില്ലല്ലോ. ഹിന്ദുക്കളിലും ഞാൻ കൃഷ്ണനും ഇവരൊന്നും കാഫിറാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ കാഫിർ അല്ലാന്നല്ലേ പറഞ്ഞു. അവര് കാഫിർ അല്ലാന്നല്ലേ പറഞ്ഞു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ അള്ളാഹു അല്ലാതെ വേറെ ദൈവം ഇല്ല എന്ന് പറയുമ്പോ അതെ ശിവനും കൃഷ്ണനും ഒക്കെ വേറെ ദൈവങ്ങളല്ലേ? ഇത് മുഴുവിക്കട്ടെ. നമ്മൾ അശ്വതല്ല ഇപ്പൊ പറയണത്, മുഴുവിക്കട്ടെ.
വാശ്വതന മുഹമ്മദ് റസൂലുള്ള, ആ തീർച്ചയായിട്ടും മുഹമ്മദ് നബി ഉം. അള്ളാഹിന്റെ പ്രവാചകനാകുന്നു. അതിപ്പോ അപ്പൊ അത് ഹിന്ദുക്കൾ സാക്ഷ്യം വഹിക്കുന്നു. നിനക്ക് ഇത് മുഴിക്കട്ടെ, എന്നിട്ടല്ലേ അങ്ങോട്ട് പോവാ. ഉം. സാക്ഷ്യം വഹിക്കുന്നല്ല അവിടെ പറയണത്. ഉം. സാക്ഷ്യം വഹിക്കുന്ന കാണണു, ഉം. കണ്ടാൽ ഉം. അല്ലേ? ഉം. നമ്മൾ ഒരാൾ കണ്ടാൽ സാക്ഷ്യം വഹിക്കുക, ഉം. കാണാത്ത ഒന്നിനെ നമ്മൾ സാക്ഷ്യം വഹിക്കുക അപ്പള ഇല്ലല്ലോ. ഉം. ഏ ഉം. ആ അപ്പൊ എല്ലാവരും എത്തിച്ചതിന് ലാസ്റ്റ് ഈ സാക്ഷ്യം വഹിക്കലാണ് എത്തിച്ചേരുന്നത് ഉം. നേർ അപ്പൊ വഴിക്ക് പോയാല്. അപ്പൊ ഹിന്ദുക്കള് ഇപ്പൊ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഈ സാക്ഷ്യം വഹിക്കൽ കണ്ടാലല്ലേ, ആ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണപ്പോഴാണ് റൂഹ് പിരിയുമ്പോഴാണ് കാണേ. അത് ശരി. അപ്പൊ നിങ്ങൾ ഇപ്പൊ അത് സാക്ഷ്യം വഹിക്കുന്നില്ല, വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്യണം, നന്മ ചെയ്യണം, ആ അപ്പോഴേ സാക്ഷ്യം വഹിക്കുള്ളൂ. ഓ അത് ശരി ശരി. ഓക്കെ. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങളുടെ ലൈൻ എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇവിടെ പരമാവധി നന്മയൊക്കെ ചെയ്ത് ജീവിക്കും, അതെ, ആളുകൾക്ക് അപ്പോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല, നല്ല ആ മനുഷ്യനായിട്ട് ജീവിക്കും, ജീവിക്കാം. എന്നിട്ട് മരിക്കും. ആ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മുഹമ്മദ് നബീനെ കാണും, അള്ളാഹുവിനെ കാണും. അപ്പൊ അള്ളാഹിനെ നിങ്ങൾ കാണും. കലിമ ചൊല്ലും. അപ്പൊ കലിമ ഇല്ലല്ല, ആ അപ്പൊ കലിമ സാക്ഷ്യം ചെല്ലാൻ വഹിക്കും. പറ്റില്ലല്ലോ. അപ്പൊ സാക്ഷ്യം വഹിക്കും. കാണും. അപ്പൊ സാക്ഷ്യം വഹിച്ചു അതിന്. യെസ്, അതായത് ആ കലിമയിൽ ഉള്ള സാധനം നിങ്ങൾ അപ്പോഴാണ് ചെയ്യുക. കാണാനല്ല അവിടെ പറഞ്ഞിരിക്കണത് സാറേ. ആ അതാ പറഞ്ഞേ. അതായത് ആ ഇപ്പൊ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ ആയാലും സാക്ഷ്യം അഷ്ഹദു ഞാൻ അന്ന കാണുന്നു, ഞാൻ കാണുന്നു പറയണ്. ഓക്കെ, അത് ആ ആ സമയത്ത് അതെ, പറയുള്ളൂ. പറഞ്ഞ സമയത്തിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടില്ലേ, ആള് കണ്ടില്ലേ. ഓക്കെ ഓക്കെ. ഈ മതത്തിന്റെ അപ്പൊ ക്ലിയർ ആയി. പേരെന്താന്നാ പറഞ്ഞ? എന്ത് എന്റെ ഭാഗത്തിന്റെ പേരോ? ആ എന്ത് നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഇനി ഒരു എന്താ മിനിറ്റ്. പേര്? നിങ്ങളുടെ റിയാസ്. പേരെന്താ? റിയാസ്. റിയാസ്. ഇത് ഓക്കെ. റിയാസിനിസം ആണോ? ഇത് അല്ല, റിയാസിനിസം ആണോ? ഒരു പറഞ്ഞ ഇനിയിപ്പോ ലാ കൊള്ളാട്ടോ. ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ ഏതായാലും കാക്കാമാര് കാണാണ്ട് നോക്കിക്കോ, മുണ്ട് അല്ലേ. തലയിട്ട് നടന്നാ മതി. അതല്ല, ഇനിയിപ്പോ നിങ്ങൾ ആ, പറഞ്ഞേ ലാ ഇലാഹ ഇല്ലല്ലാ. ഉം. അതിന്റെ അർത്ഥങ്ങൾ എന്താ പറഞ്ഞ്? ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. റിയാസിനിസത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നിയാ സ്വഭാവം? ഐ ഡോണ്ട് കെയർ. അല്ല അതുകൂടി പറയട്ടെ, വേണ്ട അതുകൂടി വേണ്ട. പറയട്ടെ. നമ്മള് അല്ല, ഒരു മിനിറ്റ്. നമ്മളെ നിങ്ങൾ പറഞ്ഞല്ലോ മറ്റേ നമ്മൾ ബാഗിലൊക്കെ പറയണ്ടേ. നമ്മൾ അല്ലേ നമ്മൾ സാറേ, നമ്മൾ ഒരു മിനിറ്റ്. നമ്മൾ ഇസ്ലാമിലെ കോയനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റിയാസിനിസത്തിലെ കോയ കോളിംഗ് അല്ല ഇത്. അല്ല, ഒരു മിനിറ്റ് സാറേ, ഓക്കെ. അതുകൂടി പറയട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാ റിയാസിനിസം പറയണ്ടല്ലോ. എന്ന് പറയുന്ന മതത്തിലെ കോയ ഞാൻ അല്ല, പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഖുറാനും കൂടെ ജീവിക്കണ്. അതായിക്കോട്ടെ, അത് പ്രശ്നമൊന്നുമില്ല. അതിപ്പോ അപ്പൊ പണ്ടും കോയനല്ലേ. പല ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഏ അത് പല ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല, ഇനി ഇതും കൂടി അർത്ഥം വെക്കട്ടെ. ലാ ആ ഇലാഹ ഇല്ലല്ലാ. ഉം അതിപ്പോ നിങ്ങളെ ഇതിൽ ഞാൻ കേട്ടുക്കണു, ഉം ബാങ്ക് കൊടുക്കല്ലേ, അത് മറ്റുള്ള മതങ്ങളെ നിങ്ങൾ നിഷേധിക്കല്ലേ. ഉം ഒരിക്കലും നിഷേധിക്കുന്നില്ല. ഉം നമ്മളിപ്പോ നിങ്ങൾ ഇവിടെ വേറെ ദൈവമല്ല, ഒരു അള്ളാഹു മാത്രമുള്ള ദൈവം എന്നല്ല പറയണത്. ഉം ശരിക്കും പറഞ്ഞാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയണത് അള്ളാഹിന്റെ ആൾക്കാർ പറഞ്ഞ വാക്കാണത്. ഉം അത് നമ്മളോട് പറയാൻ പറഞ്ഞ അയക്കെത്താൻ, ലാ ഇലാഹയിലേക്ക് എത്താൻ എന്താ പറയണത്? അള്ളാഹുവേ, ഉം നീ അല്ല, എനിക്ക് വേറെ ആളില്ല, നീ ഉം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഫുൾ അടക്കം. ഉം അല്ലാതെ ഇവിടെ ഉം ലോകത്ത് വേറെ ദൈവമല്ല, ഉം പിന്നെ യേശു ഇല്ല, പിന്നെ ഉം കൃഷ്ണല്ല, അങ്ങനൊന്നല്ലപ്പാ പറയണത്. അപ്പൊ അവരൊക്കെ ഉണ്ട്. പിന്നെന്താ? അത് ശരി. അപ്പൊ അള്ളാഹുവിനെ മാത്രം നമുക്ക് മതി, ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട്. എങ്ങനെ? അതായത് എല്ലാ ദൈവങ്ങളും അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് അള്ളാഹു മാത്രം എല്ലാ മതി. ദൈവങ്ങളും ഇല്ല, ഒരു ദൈവമുള്ളേ, ഒറ്റ അപ്പൊ ദൈവം. അതിപ്പോ അപ്പൊ അപ്പൊ അതിപ്പോ വിഷ്ണു അതിപ്പോ കൃഷ്ണനൊക്കെ മുസ്ലിങ്ങള്. അതെ, അപ്പൊ എന്റെ കൃഷ്ണൻ എവിടെ പോയി? എന്റെ പറഞ്ഞുതരാ വിഷ്ണു എവിടെ പോയി? പറയൂ. പറഞ്ഞുതരാ. ആ ഈ ദൈവത്തെ ഉം മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കും, ഓക്കെ. ഹിന്ദുക്കൾ ഭഗവാന്ന് വിളിക്കും, ക്രിസ്ത്യാനികൾ യഹോവാന്ന് വിളിക്കും. ഹനുമാനോ? അത്രേ ഉള്ളൂ. ഹനുമാൻ അതൊക്കെ അവതാരങ്ങളല്ല അവരെ, ഹനുമാൻ അതൊക്കെ അവതാരങ്ങളല്ല അവരെ. അപ്പൊ അള്ളാഹു ഇടയ്ക്ക് കുരങ്ങനെ പോലെ ഇരിക്കും. അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. അത് നിങ്ങൾ കാണുന്ന കയ്യായി. എന്തായാലും റിയാസിനിസം കൊള്ളാം. കുരങ്ങനെ പിന്നെ പോലെ ഇരിക്കുന്ന അള്ളാഹു അടിപൊളി, പിന്നെ നല്ല രസമുണ്ടാവും. ആ ആയിക്കോട്ടെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ആ. ശരി, നിങ്ങൾ അത് അസ്സലാമലൈക്കും. അവര് കേക്കണ്ട. അസ്സലാമലൈക്കും. അതെ, അസ്സലാമലൈക്കും. ഇത് നിങ്ങളെ പോയിട്ടോ. ആസ്വസര് കേക്കണ്ട കേട്ടോ. അതൊക്കെ അവരൊന്നും ചെയ്യാനൊന്നും പോകില്ല, കാക്കാമാരെ മാതിരിയൊന്നുമല്ല. പിന്നെ ആയിക്കോട്ടെ, അല്ല, ഒരു മിനിറ്റ് കൂടി. അപ്പൊ ശരി. പിന്നെ അല്ല, ഒരു മിനിറ്റ്. അപ്പൊ നിങ്ങളെ ശരി സുഹൃത്തെ. ഒറ്റ മിനിറ്റ് ഇനിയുണ്ടോ? കഴിഞ്ഞില്ല. എന്റെ റിക്വസ്റ്റിനെ, ആ. നിങ്ങൾ നബിനെ കുറിച്ചിട്ട് ഇല്ലാത്തൊന്ന് പറഞ്ഞു നിർത്തോ. നിങ്ങൾ ഞാൻ ഉള്ളത് പറഞ്ഞോളൂ, ഞാൻ ഇല്ലാത്തതൊന്നും നിങ്ങളെ പാട്ടിൽ പറഞ്ഞിട്ട്, വിടാം. ഞാൻ നിങ്ങൾ ഇതുവരെ പറഞ്ഞൊക്കെ ഉള്ളതാണ്. ഇനി ഇല്ലാത്ത ഏതാന്ന് വെച്ചാൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ നിർത്താം. ഒന്ന് പറയട്ടെ. ആ നബി അടിമ പെണ്ണിനെ പോയിച്ചു എന്ന് പറഞ്ഞത് ഇഷ്ടം പോലെ പോയിച്ചിട്ടുണ്ട്. പിന്നെയാണ് അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഹദീസില് ആരെഴുതി? സഹീഹ്, ബുഖാരി, മുസ്ലിം, ഇവരൊക്കെ എഴുതിയ ആൾക്കാർ തന്നെയല്ലേ? അത് സത്യാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സഹീഹാണെന്ന് അവിടെ ഞാൻ കണ്ടു. ശരി, ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങളെ ഭാര്യയെ വേറെ ആളുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്നു എന്ന് വിചാരിക്കുക. അത് നിങ്ങളോട് വന്ന് പറഞ്ഞു നിങ്ങളുടെ സുഹൃത്ത്,
നിങ്ങൾ വിശ്വസിക്കുമോ? സുഹൃത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കും, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യും? കണ്ടിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കും. വിശ്വസിക്കും. നമുക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരാളുമാണ് പറയുന്നതിന് പിന്നെ നമ്മൾ എന്തിനാ വിശ്വസിക്കാതിരിക്കണ്ടേ? അത് നിങ്ങളിൽ മറ്റേ നിങ്ങളെ ഈ ബന്ധം ഉറക്കാൻ വേണ്ടി കളവ് പറഞ്ഞിക്കാണെങ്കിലോ? എങ്ങനെ? നിങ്ങൾ ഭാര്യ നിങ്ങളുമ്പോഴുള്ള ബന്ധം ഉറക്കാൻ വേണ്ടിട്ടേ കളവ് പറഞ്ഞിക്കാണെങ്കിലോ? അപ്പോഴത്തെ കാര്യല്ലേ, അതപ്പൊ നമുക്ക് ആലോചിക്കാം. എന്നാ വാരിക്കാൻ എന്തെങ്കിലും ഏ? നിങ്ങളെ പോലത്തെ എക്സ് മുസ്ലിങ്ങൾ എഴുതി വെച്ച മറ്റേ ജഗന്യു കാരണമായിരിക്കും ഈ ലോകത്തുള്ള ഹദീസുകള് കാരണമാണ് മുസ്ലിം ജനത അപ്പൊ ഇത് വഴിതെറ്റിപ്പോയത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഹദീസ് നമ്മൾ എടുത്തു കഴിയുമ്പോ സഹീഹ് ഹദീസ്, ലൈഫ് ഹദീസ് മാത്രമല്ല, പണി കൊടുക്കാനുള്ള ഹദീസ്, പണി കൊടുക്കാതിരിക്കാനുള്ള ഹദീസ്, അങ്ങനെയും കൂടി നമ്മൾ ഇപ്പൊ ഇനി കാണണം അല്ലേ? ശരി, ഞാൻ നോക്കിക്കോളാം. മനസ്സിലായി റിയാസ് മോൻ. അസ്സലാമലൈക്കും. നിസ്കരിക്കാൻ പോവാ? അതെ, അസ്സലാമലൈക്കും. കൊടുത്തില്ല. അസ്സലാമലൈക്കും. പോയിട്ട് കൊടുത്തു പോയി. ശരി, ബൈ. ഓക്കെ, താങ്ക് യു. ബൈ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.